സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ ജോമെട്രിയും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറയുന്നത് ഏതാണ്? മെട്രിക്സും ഡിറ്റർമിനൻസും ആണ്. സോ നമ്മൾ മെട്രിക്സിന്റെ അകത്ത് പലതരത്തിലുള്ള മെട്രിക്സുകൾ, അതുപോലെ തന്നെ ഡിറ്റർമിനൻസിന്റെ അകത്താണ് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അഡ്ജോയിന്റ്, ഇൻവേഴ്സ്, കോഫാക്ടർ, ഇങ്ങനെ പല കാര്യങ്ങളും. പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ മെട്രിക്സിന്റെ അകത്ത് പഠിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ അകത്ത് ഒരു ടോപ്പിക്ക് നമുക്ക് മിച്ചം കിടക്കുന്ന ഏതാന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ബൈ കാർമൻസ് ഇക്വേഷൻ ഉപയോഗിച്ച് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ എടുത്തപ്പം ഇതുവരെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. മീൻസ് ആ കാർമൻ ഇക്വേഷൻ ഉപയോഗിച്ച് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് ചോദിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അല്ലാണ്ട് തന്നെ 3 ഇക്വേഷൻ ഉണ്ട്, നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ആ ടോപ്പിക്ക് ഞാൻ നോക്കിയപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയില്ല. മീൻസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാനാണ്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് RRB അതുപോലെ SSCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്, മീൻസ് കാർമൻ ഇക്വേഷൻ. സോ അത് ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയതേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇന്നാണ് കിട്ടിയത്. അപ്പം ക്വസ്റ്റ്യൻസ് കിട്ടി, ഞാൻ ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാൻ സമയം കിട്ടില്ല. സോ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് ആ ഒരു ടോപ്പിക്ക് എടുക്കാം. അതൊരു ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിന്റെ ജസ്റ്റ് ഒരു ടോപ്പിക്കേ ഉള്ളൂ. ഒരു 6 ഇക്വേഷൻ എഴുതിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് നമുക്ക് പുതിയൊരു ടോപ്പിക് എടുക്കാവുന്നതാണ്, സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞു. സോ ഒരു ലൈൻ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വന്ന ഒരു കാര്യം. സോ ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണേലും ഒരു ലൈനെ ഒരു ലൈനിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. മീൻസ് എങ്ങനെ വേണേലും ഒരു ലൈന് നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ ഒരു ലൈനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പോയിന്റ്സിന്റെ ബേസിസിലായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു പോയിന്റ് വെച്ചോ അല്ലെ 2 പോയിന്റ്, ഒരു ഇപ്പം ഈ ഒരു പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, പോയിന്റ് P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തെങ്കിൽ ഈ പോയിന്റിലൂടെ എനിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. ഒരു പോയിന്റിലൂടെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനത്തെ കേസിലാണെങ്കിൽ എന്താണ്, നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ലൈനിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ പോയിന്റ് Pയിലൂടെ പോകുന്ന ലൈൻസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അപ്പോൾ എപ്പോഴും ഒരു ലൈനെ, ഒരു പർട്ടിക്കുലർ അതാണ് ഒരു ലൈൻ എന്ന് പറയുന്നതിൽ എപ്പോഴും ഒരു ലൈനിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം 2 പോയിന്റ് വേണം. അപ്പൊ ഈ ഒരു 2 പോയിന്റിലൂടെ പോകുന്നത് ഒരേ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ 2 പോയിന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ ഒരു ലൈനെ നമുക്ക് പോകത്തുള്ളൂ. അതേസമയം ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസും പാസ് ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ലൈനിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്ക് 2 പോയിന്റ്സ് എങ്കിലും വേണം. ഓക്കെ. പിന്നെ സോ നമുക്ക് ഈ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൺസെപ്റ്റ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇക്വേഷൻസ് വൈസ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മീൻസ് ഞാൻ നോക്കിയ ഇതിലെല്ലാം ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നെല്ലാം തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ എല്ലാം തന്നെ എന്താണ്, നമ്മുടെ ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. സോ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറയുമ്പം ഞാൻ പറയാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. പിന്നെ എന്താണ്, ലൈൻസിന്റെ ഇതാകുമ്പം ലൈൻസിന്റെ കണ്ടീഷൻസ് വെൻ പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഉള്ള കണ്ടീഷൻസ്. ഓക്കെ. പിന്നെ വേറെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ എന്താണ്, ഫോംഡ് ബൈ പോയിന്റ്സും അതുപോലെ തന്നെ പോയിന്റ്സ് ആൻഡ് ലൈൻസ്. അതായത് 3 പോയിന്റ്സോ നമുക്കറിയാലോ ഒരു ട്രയാങ്കിൾ വരയ്ക്കണ എന്താണ്, ഒന്നെങ്കിൽ 3 പോയിന്റോ അല്ലെ 3 or 3 ലൈൻസ്. ഇതും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. പിന്നെ
ഇന്റർസെപ്റ്റ് ഫോം. ലൈനിന്റെ പല ഇന്റർസെപ്റ്റ് ഫോംസും ആണ് ഉള്ളത്. സോ ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു 4 കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കും. ബട്ട് ബേസിക് ആയിട്ട് നമുക്ക് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് ഈ ഒരു 4 ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡയറക്റ്റ് ആണ്. അതും ഡയറക്റ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ട മാത്രം കേസുകളിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഒന്നാമതായിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ XY പ്ലെയിൻ. സോ നമ്മൾ ലൈൻസ് എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇതൊരു 2D ഫിഗർ ആണ്. 2D ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഡയമെൻഷൻസ് ഉള്ളൂ, ഒന്ന് എക്സും ഒന്ന് വൈയും. അതേസമയം ഈ ഒരു ലൈനിനെ ഇങ്ങനത്തെ ഒരു നമ്മൾ പറഞ്ഞു 2 പോയിന്റ് കൊണ്ട് വരയ്ക്കുന്നതാണ് ഒരു ലൈൻ. അപ്പൊ അത് 2D വരയ്ക്കുമ്പോൾ ലൈൻ ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതേ സാധനം തന്നെ നമ്മൾ 2 പോയിന്റ്സ് വെച്ച് 3D കൺവേർട്ട് ചെയ്തത്. ഇതിപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതാണ് 2D. 3D എന്ന് പറയുമ്പോൾ എന്താണ്, 3 ഡയമെൻഷൻസ് ഉണ്ട്. എക്സ്, വൈ, അഡീഷണൽ ആയിട്ട് എന്തോടെ വരും, ഇസഡ് എന്ന് പറഞ്ഞൊരു ഡയമെൻഷനും കൂടെ വരും അല്ലെ. അപ്പൊ എക്സും വൈയും എന്നുള്ള രീതിയിൽ മാത്രം ഒരു 3D നിങ്ങളൊരു സാധനം വരയ്ക്കുകയാണ്, അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ലൈൻ 3D വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതൊരു 3 പോയിന്റ്സ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ 3D ഒരു ലൈൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. 3 പോയിന്റ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് 3 ഡയമെൻഷനിൽ ഒരു ലൈനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അതേസമയം 2D 2 പോയിന്റ്സ് മതി, എക്സും വൈയും. 3D വരുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് വേണം, എക്സും വൈയും ഇസഡും. അതേസമയം നിങ്ങൾ 3D 2 ഡയമെൻഷൻസ് 2 കോർഡിനേറ്റ്സ് എക്സും വൈയും മാത്രമേ 3D വരയ്ക്കുന്നുള്ളൂ, അല്ല റെപ്രസെന്റ് ചെയ്യുന്നുള്ളെങ്കിൽ 3D അത് എന്തായി മാറും എന്നറിയോ, പ്ലെയിൻ ആയിട്ട് മാറും. അതായത് അതൊരു സർഫസ് ആയിട്ട് മാറും. നിങ്ങൾ 2 എണ്ണം മാത്രമായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 2 കോർഡിനേറ്റ്സ് 3D ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്ലെയിൻ ആയിട്ട് മാറും. എന്തായാലും നമുക്ക് 3D ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇതിലേക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് 2D റെപ്രസെന്റ് ചെയ്യാൻ 2 കോർഡിനേറ്റ്സും 3D റെപ്രസെന്റ് ചെയ്യാൻ എന്താണ് 3 കോർഡിനേറ്റ്സും വേണം. സോ എല്ലാവർക്കും സൈൻ കൺവെൻഷനും കാര്യങ്ങളും ഇപ്പൊ ഞാൻ ജസ്റ്റ് സൈൻ കൺവെൻഷൻ പറയുന്നുള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെയാണ് എന്താണ് പ്ലസ് ആണ്, എക്സും വൈയും പ്ലസ് ആണ്. ഇവിടെയാണെങ്കിൽ മൈനസ് എക്സും, ഇവിടെ എക്സ് മൈനസും വൈ പ്ലസും ആണ്. ഇവിടെയാണെങ്കിൽ വൈയും എക്സും നെഗറ്റീവ് ആണ്, 2 നെഗറ്റീവ് ആണ്. ഇവിടെയാണെങ്കിലോ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ, കാരണം നമുക്ക് പോയിന്റ്സ് വരുമ്പോൾ ആ പോയിന്റ്സിനെ ചിലപ്പോൾ കോർഡിനേറ്റ്സിൽ റെപ്രസെന്റ് ചെയ്തിട്ട് വേണമായിരിക്കും വരയ്ക്കാൻ. സോ പലർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അതായത് ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് വരച്ചു. ആ പോയിന്റ് എന്ന് പറയുന്നത് x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ മറ്റൊരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നു, എന്റെ പോയിന്റ് ബി. ബിയുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് x2 y2. അപ്പം എനിക്ക് ഈ 2 പോയിന്റിനിടയ്ക്കുള്ള ലൈനിന്റെ ദൂരം, അല്ല ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് അറിയണം. സോ ആ ഡിസ്റ്റൻസ്, ഞാൻ ഡിസ്റ്റൻസിനെ ഇപ്പൊ എ ബി എന്ന് വിളിച്ചു. ഡിസ്റ്റൻസ് എ ബി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ √of x2 minus x1 the whole square plus y2 minus y1 the whole square. ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സിന്റെ ഇക്വേഷൻ. സ്ക്രീൻ കാണാമോ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട്? പ്രശ്നമുണ്ടോ? മീൻസ് ഒരു വെളിച്ചത്തിന്റെ ഇതുള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്തേലും ഉണ്ടോ? സാറേ എന്തോ ഒരു ചെറിയ ഗ്ലെയർ അടിക്കുന്നുണ്ട് താഴെയായിട്ട്. അത് എനിക്ക് തോന്നുന്നു. ഒരു സെക്കൻഡ്. ഇപ്പൊ ഓക്കെയോ? ഓക്കെ സർ, ഓക്കെ. ഓക്കെ, എന്റെ മൊബൈലിൽ നിന്നുള്ള തന്നെയായിരുന്നു. ഓക്കെ, അപ്പം
പോയിന്റ് എയും പോയിന്റ് ബിയും x1/1 x2/2 എന്ന് പറയുന്ന ഇതില് ആണെങ്കിൽ നമുക്ക് ഉള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. സോ ഈ ഒരു കേസിൽ ഇത് എപ്പോഴാണ് പൊതുവെ ക്വസ്റ്റ്യൻസിന്റെ ഇക്വേഷൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ട്രയാങ്കിൾസിന്റെ 3 പോയിന്റ്സ് എ ബി സി എന്ന് പറഞ്ഞു ചിലപ്പോൾ വേണേല് ഓരോ പോയിന്റും തരും, എന്നിട്ട് ഏതെങ്കിലും സൈഡിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം ഇപ്പം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഓക്കെ, അതാണ് ഇക്വേഷൻ. ഓക്കെ, അത് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ അകത്ത് തന്നെ ഒരു കാര്യങ്ങൾ പറയും. ഇതിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാല് ഇത് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആണ്. ഓക്കെ, പാരലോഗ്രാം ആണ് എ ബി സി ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാരലോഗ്രാമിന്റെ പൊതുവെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചോദിക്കാറുണ്ട്. എന്താന്ന് വെച്ചാൽ ചിലപ്പം എ എന്ന് പറയുന്ന പോയിന്റ് x1/1 തരും, ബി x2/2 വേണേ തരും, ഓക്കെ, സി x3/3 എന്ന് വേണേ തരും. എന്നിട്ട് നിങ്ങൾ ഡി എന്ന് പറയുന്ന പോയിന്റ് ഏതാണെന്ന് വേണേ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ആർക്കെങ്കിലും പറയാം പാരലോഗ്രാമിന്റെ ഈ ഒരു കേസിൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് പാരലോഗ്രാമിന്റെ എന്നുള്ള രീതിയിൽ? ഞാൻ തന്നെ പറയാം. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആയിരിക്കും. എ ബി ഈക്വൽ ടു ഡി സിയും എ ഡി ഈസ് ഈക്വൽ ടു ബി സിയും ആയിരിക്കും. മനസ്സിലായോ? അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. പാരലോഗ്രാമിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയാം? ഈ എയും ബിയും സി എന്നുള്ള പോയിന്റ് അറിയാം. ഡി എന്ന് പറയുന്ന പോയിന്റിന് അൺനോൺ ആയതുകൊണ്ട് ഞാൻ XY എന്ന് എടുത്താല് എ ഡി എന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു ബി സിയുടെ ഡിസ്റ്റൻസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഈ XY സോൾവ് ചെയ്യാം. നമുക്ക് പ്രോബ്ലം വരുന്നുണ്ട്, അതുപോലത്തെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിന് മുമ്പോടി ആയിട്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ. സോ ഡി എന്ന് പറയുന്നത് എന്താണ്? അൺനോൺ ആണ്. അപ്പൊ എന്താണ്? എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു ബി സിന്റെ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആണ്. ബി സി ഡിസ്റ്റൻസ് നമുക്ക് ഇപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇക്വേഷൻ 2 പോയിന്റ്സ് വെച്ച് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്താൽ ഒരെണ്ണം കിട്ടും. അതുപോലെ തന്നെ ഡി സി ഈക്വൽ ടു എന്താണ്? എ ബി ആണ്. അത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ മറ്റൊരു ഇക്വേഷൻ കിട്ടും. അത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ പോയിന്റ് ഡി കിട്ടും. സോ ഇത് പൊതുവെ ചോദിച്ചു വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡൽ. ഓക്കെ, ഇനി അടുത്ത ഒന്നും വരുന്നതാണ് സെക്കൻഡ് ടോപ്പിക്, സെക്ഷൻ ഫോർമുല എന്ന് എഴുതുക. സെക്ഷൻ ഫോർമുല. ഈ സെക്ഷൻ ഫോർമുല എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ട് പോയിന്റ്സ് കണ്ടു. എന്താണ്? പോയിന്റ് എ, പോയിന്റ് ബി. അപ്പൊ നമുക്ക് A1 എന്നുള്ള എ എന്ന് പറയുന്ന പോയിന്റ് x1/1 ആണെന്നും ബി എന്ന് പറയുന്ന പോയിന്റ് x2/2 ആണെന്നും അറിയാം. ഓക്കെ, നിങ്ങളോട് പറയാണ് ഈ ഒരു ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈന് പോയിന്റ് പി, ഒരു പോയിന്റ് പി L:M എന്ന റേഷ്യോയില് ഡിവൈഡ് ചെയ്യുകയാണ്. L:M, അതായത് ഇപ്പൊ പി എന്ന് പറയുന്നത് ഇതിനെ 2-ൽ 1 3-ൽ 2 എന്താന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യണം. സോ ആ റേഷ്യോനെ ഞാൻ L:M എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ പോയിന്റ് പിയുടെ കോർഡിനേറ്റ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ അപ്പൊ ആ പോയിന്റ്സ് കോർഡിനേറ്റ്സിനെ എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ H,K എന്ന് വിളിച്ചു. ഇതിന്റെ X കോർഡിനേറ്റിനെ H എന്നും Y കോർഡിനേറ്റിനെ K എന്നും വിളിച്ചു. അപ്പം
ഈ എച്ചും കെയും എന്താണ് വാല്യൂ എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കുന്നത്. സോ അതിന് ഡയറക്റ്റ് ഇക്വേഷൻസ് നമുക്കറിയാം, അത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. സോ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് എന്താണ് റേഷ്യോ, അതായത് 3:1 2:4 അല്ലെ 2:5 എങ്ങനെയാന്ന് വെച്ചാൽ റേസ് ചെയ്യുന്നത്. അപ്പൊ ആ ന്യൂമറേറ്റർ വരുന്ന എൽ ഇൻറ്റു x2 പ്ലസ് m ഇൻറ്റു x1 ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എം ആയിരിക്കും എച്ചിന്റെ വാല്യൂ. എച്ച് എന്ന് പറയുന്ന കോർഡിനേറ്റിന്റെ വാല്യൂ. അതുപോലെ തന്നെ ഈ സെയിം തന്നെയാണ് എന്ത് കെ എന്ന് പറയുന്നത്. കെ എന്ന് പറയുമ്പം ഇക്വേഷൻ ഒറ്റ വ്യത്യാസമുള്ളൂ. കെ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എൽ ഇൻറ്റു y2 പ്ലസ് എം ഇൻറ്റു y1 പ്ലസ് എൽ പ്ലസ് എം ആയിരിക്കും. ഓക്കെ, എൽ ഇൻറ്റു y2 പ്ലസ് എം ഇൻറ്റു y1 പ്ലസ് എൽ പ്ലസ്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ 2 കാണാൻ. എച്ച് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ് കേട്ടോ, ഇത് എക്സ് കോർഡിനേറ്റ് ആണ്. വൈ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്. സോ അത് രണ്ടും കണ്ടുപിടിക്കാൻ പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിനാണ് നമ്മൾ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. എല്ലും എം എന്നും പറയുന്നത് എന്താണ്, ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോസ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണെങ്കിലും നിങ്ങളോട് പറയാണ് എന്ത്, ഇപ്പൊ ഒരു ഇത് ഈ ഇക്വേഷൻ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒരു കണ്ടീഷൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് ചുമ്മാ എഴുതി വെക്കാം. എന്ത്, ഇപ്പം നിങ്ങളോട് പറയാണ് ലൈൻ എന്ന് പറയുന്നത് x1 x2 എന്ന് പറയുന്ന x1 y1 x2 y2 എന്ന് പറയുന്ന ഒരു ലൈനിനെ പോയിന്റ് പി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യണം. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ റേഷ്യോ എന്തായിരിക്കും, ബൈസെക്ട് ചെയ്യണേല് 1:1 ആയിരിക്കും ബൈസെക്ട് ചെയ്യുന്ന റേഷ്യോ. അതായത് L:m എന്ന് പറയുന്നത് എന്താണ്, 1:1 ആവും. അപ്പൊ ഇക്വേഷൻ എന്താവും, h ഈക്വൽ ടു എന്താണ്, L ഇൻറ്റു x2, അതായത് x2 പ്ലസ് x1 ബൈ 2 k എന്ന് പറയുന്നത് എന്താവും, y2 പ്ലസ് y1 ബൈ 2. കണ്ടോ, അതായത് കൃത്യം നടുവേ മുറിച്ച എന്താണ്, അതിന്റെ പകുതി ആയിരിക്കും, ഡിസ്റ്റൻസിന്റെ രണ്ടിന്റെ പകുതി ആയിരിക്കും, ആവറേജ് പോലെ. അപ്പൊ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് ഇൻ ജനറൽ ആയിട്ട് നമ്മൾ മുമ്പേ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് വേണ്ട രീതിയിൽ റേഷ്യോസിനനുസരിച്ച് ഇക്വേഷൻസ് മാറ്റി മാറ്റി എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇനി ഇതിന്റെ തന്നെ ഇതിപ്പോ നമ്മള് ജനറൽ ഇക്വേഷൻ എഴുതി, അതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് എഴുതുവാണ് വെൻ ലൈൻ ഈക്വലി ബൈസെക്ട്സ്. ഇനി ഇപ്പൊ നിങ്ങളോട് വേറെ ഒരു കണ്ടീഷനും കൂടെ ഞാൻ ഇക്വേഷൻ തരുവാണ്. നിങ്ങളോട് പറയാണ് ഈ എന്നും ബി എന്നും പറയുന്ന പോയിന്റ്സ് അതിന് പുറത്താണ് എന്ത്, നമ്മുടെ പോയിന്റ് പി കിടക്കുന്നത്. ഈ എക്കും ബിക്കും പുറത്താണ് കിടക്കുന്നത്. അപ്പം എ ടു പി, അതായത് എ ടു പി ഈസ് ടു ബി ടു പി, ആ റേഷ്യോ വീണ്ടും L:m എന്നുള്ള റേഷ്യോ തന്നെയാണ്. പക്ഷെ പോയിന്റ് പി ലൈസ് ഔട്ട്സൈഡ് ദ ലൈൻ ആണ്. പി വെൻ സെക്കൻഡ് കണ്ടീഷൻ ആയിട്ട് എഴുതുക. ഇപ്പൊ നമ്മള് എന്താണ് ബൈസെക്ട് ചെയ്യുന്ന കണ്ടീഷൻ എഴുതി സെക്ഷൻ ഫോർമുലയുടെ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ പി ലൈസ് ഔട്ട്സൈഡ് ദ ലൈൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന എ ബി എന്ന് പറയുന്ന ലൈനിന് പുറത്താണ് പി എന്ന് പറയുന്ന ലൈൻ കിടക്കുന്നതെങ്കിൽ ഇക്വേഷൻ പിയുടെ എച്ചും കെയുടെ ഇക്വേഷൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ എച്ചിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഇക്വേഷൻ തന്നെയാണ്. ആ പ്ലസ് നമ്മൾ എഴുതിയില്ലേ, ആ പ്ലസ് വരുന്നിടത്ത് മൈനസ് ആവുന്ന മാത്രമേ ഉള്ളൂ. അതായത് എങ്ങനെ, L ഇൻറ്റു x2 മൈനസ് m ഇൻറ്റു x1 ഡിവൈഡഡ് ബൈ L മൈനസ് m എന്നും വരും. കെ എന്ന് പറയുന്നത് എന്ത്, L ഇൻറ്റു y2 മൈനസ് m ഇൻറ്റു y1 ഡിവൈഡഡ് ബൈ L മൈനസ് m എന്നും വരും. സോ രണ്ട് കണ്ടീഷൻസ്, സെക്ഷൻ ഫോർമുലയുടെ ബൈസെക്ട് ചെയ്യുന്നതിന്റെ കണ്ടീഷനും അതുപോലെ തന്നെ വെൻ പി ദ പോയിന്റ് ലൈസ് ഔട്ട്സൈഡ് ദ
ലൈൻ എന്നുള്ള രണ്ട് കണ്ടീഷൻസ് നമ്മൾ സെക്ഷൻ ഫോർമുലയിൽ പഠിച്ചു. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വെൻ പി ലൈസ് ഔട്ട്സൈഡ് ദ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വെൻ പി ലൈസ് ഔട്ട്സൈഡ് ദ ലൈൻ എന്ന് പറയുന്ന കണ്ടീഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഈ സെക്ഷൻ ഫോർമുല എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണം പി എന്താണ് ഇപ്പം നമ്മളിപ്പോ കണ്ട കാര്യമുണ്ട്. എ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ബി എന്ന് പറയുന്നതുണ്ട്, പോയിന്റ് പി ഉണ്ട്. വേണേല് എന്താണ് എ പി എന്നുള്ളത് എക്സ് വൈ എടുത്തിട്ട് എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ബി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും നിങ്ങൾക്ക് രണ്ട് അൺനോൺ ആയിട്ട് ഇട്ടിട്ട് എന്താണ് L/M എന്നുള്ള രീതിക്ക് എടുത്ത് വേണേ ചെയ്യാം. പക്ഷെ അത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് എഴുതിയത്. സോ ആ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ആ ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അടുത്താണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് തേർഡ് പാർട്ടാണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ അതായത് മൂന്ന് പോയിന്റ്സ് എ ബി സി എന്ന് പറയുന്ന മൂന്ന് പോയിന്റ്സ്. അതിൽ എ എന്ന് പറയുന്നത് എന്താണ് x1 y1 എന്ന് പറയുന്ന കോർഡിനേറ്റ്, ബി എന്ന് പറയുന്നത് x2 y2 എന്ന് പറയുന്ന കോർഡിനേറ്റ്, സി എന്ന് പറയുന്നത് x3 y3 എന്ന് പറയുന്ന കോർഡിനേറ്റ്. സോ നമുക്ക് മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതായത് മൂന്ന് പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്ത്, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ മൂന്ന് പോയിന്റ്സ് മതി. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു മൂന്ന് പോയിന്റ്സ് വെച്ച് ഉണ്ടാവുന്ന ട്രയാങ്കിളിന്റെ ഇക്വേഷൻ എന്താണെന്നാണ്, അല്ല ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അതെന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എഴുതാം. ഡിറ്റർമിനന്റ് എടുക്കാൻ എല്ലാവരും നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ആ ഒരു ഫോർമുല മാത്രം ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. അതായത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എങ്ങനെ എഴുതുകയാണ്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/2 into ഡിറ്റർമിനന്റ് ഓഫ് x1 y1. ഓക്കെ, x1 y1 ഇവിടെ ഞാൻ 1 എന്ന് എഴുതി. അടുത്ത x2 y2 1, x3 y3 1. അതായത് ഈ മൂന്ന് പോയിന്റ്സിന്റെ അതുപോലെ 1 ഇട്ടിട്ട് നമുക്കൊരു 3/3 മെട്രിക്സ് ഫോം ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുക്കുന്നതായിരിക്കും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഇൻ കേസ് ഈ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതില്ല. നമുക്കറിയാം എന്ത്, ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവില്ലാത്തതുകൊണ്ട് ഇതിന്റെ എപ്പോഴും എന്താണ് അബ്സല്യൂട്ട് വാല്യൂ അഥവാ പോസിറ്റീവ് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താണ്, ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് എടുക്കുക. എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുന്നതായിരിക്കും എന്ത്, എപ്പോഴും ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ടോ ഒരു നമുക്ക് വേണേൽ എഴുതാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ആയിട്ട് വേണേൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് മൂന്ന് പോയിന്റ്സ് എ ബി സി എന്ന് പറയുന്ന മൂന്ന് പോയിന്റ്സ് ഒരേ ലൈനിൽ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഒരു മീൻസ് ഈ എ കോമ ബി കോമ സി മൂന്ന് പോയിന്റ്സ് ലൈൻസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ ഇപ്പൊ നമ്മൾ ലൈൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, കൊളീനിയർ ആണെന്ന് പറയും. ആ മൂന്ന് പോയിന്റ്സും കൊളീനിയർ ആണെന്ന് പറയും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നമ്മൾ കണ്ട മൂന്ന് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ട്രയാങ്കിള് ഫോം ചെയ്യാൻ പറ്റും എന്ന് കണ്ടു. അതേസമയം ഈ സി ചുരി അപ്പം ഇങ്ങനെ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു നോക്കുക. ഇങ്ങനെയാകുമ്പോ എന്താണ് ഏരിയ
ഇപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞു. എന്താണ് ബി ഹൈറ്റ് കൂടുതലാകുമ്പോ എന്താണ് ഏരിയ കൂടി. ഇതേ ഡിസ്റ്റൻസിൽ കുറച്ചുകൂടെ ചെറുതായപ്പോ എന്തായി, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് ഇതിനേക്കാളും കുറവാണ് ഇതിന്റെ ഏരിയ. അത് വീണ്ടും ഹൈറ്റ് കുറഞ്ഞു. അപ്പൊ എന്താണ് സെയിം ഡിസ്റ്റൻസ് വരുമ്പോ വീണ്ടും ചെറുതായി. അപ്പം ഈ 3 പോയിന്റ്സ് ഒരേ ലൈനിൽ വരുമ്പോ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അതൊരു ട്രയാങ്കിൾ വിത്ത് ഏരിയ ഈക്വൽ ടു 0 എന്നല്ലേ? അല്ലെ? ട്രയാങ്കിൾ വിത്ത് ഏരിയ ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. 3 പോയിന്റ്സ് നിങ്ങൾ തന്നെ ജസ്റ്റ് ഓർത്ത് നോക്കാം. അതിന് ബി എന്ന് പറയുന്ന പോയിന്റ് അകലെ കിടക്കുമ്പോൾ ഏരിയ കൂടുതലായിരിക്കും. അടുത്ത് വരുന്തോറും എന്താണ് ഏരിയ ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ? ഏരിയ ഡിക്രീസ് ചെയ്ത് അവസാനം ബി എന്ന് പറയുന്ന പോയിന്റ് എ സി എന്ന് പറയുന്ന ലൈനിൽ തന്നെ കിടക്കുമ്പോഴാണ് നമ്മൾ അതിനെ കൊളീനിയർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വിളിക്കുന്നത്. അതായത് 3 പോയിന്റ്സും കൊളീനിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ എന്തായിരിക്കും? ഏരിയ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ? അപ്പം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, ഫോർ കൊളീനിയർ പോയിന്റ്സ് അതിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതുക. ഫോർ കൊളീനിയർ പോയിന്റ്സ് എന്താണ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് 0 ആയിരിക്കും. അതായത് നമ്മൾ മുമ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ റെപ്രസെന്റ്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ചെറിയ വെള്ളമയ പോലെ ബോർഡേ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഒന്ന് അങ്ങനെ കാണുന്നില്ല, ഇനി ഒന്ന് പറയണേ. സോ x1 y1 x2 y2 x3 y3 1 ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ദ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അങ്ങനെ ഉണ്ടാവുന്ന ട്രയാങ്കിളിന്റെ. ഓക്കെ.